കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്ന ഒരു വീഡിയോയാണ് നമ്മൾ കണ്ടത്. ഇതിനെക്കുറിച്ച് ധാരാളം നെഗറ്റീവ് കമൻസുകളാണ് വന്നേക്കുന്നത്. അതായത് അവരൊരു സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നെന്നുള്ളൊരു സ്ഥിതിയിൽ തന്നെ പോയിരിക്കുന്ന ഒരു അവസ്ഥ പോലെ തന്നെയാണ് ഈ വീഡിയോ ഞാൻ കണ്ടപ്പോൾ. ഒരുപാട് നെഗറ്റീവ് കമൻസ്, കുറേയൊക്കെ ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള കമൻസുകളും ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ആളുകൾ കരുതുന്നത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഒരു റൂമിൽ ഇരുന്ന് അവരുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി ഒരു അടങ്ങി ഒതുങ്ങി കൂടിയിരിക്കണം എന്നൊരു ചിന്താഗതിയാണ് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിട്ടുള്ളത്. ഇവരുടെ ഭർത്താവ് മരിച്ചുപോയി. സുധി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അദ്ദേഹം വളരെ നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹം അപകടത്തിൽ മരിച്ചു. മരിച്ചതിന് ശേഷം ഇവർക്ക് ജീവിക്കണമെങ്കിൽ അവർക്ക് വരുമാനം വേണം. ഈ പെൺകുട്ടി എന്ന് പറയുമ്പോൾ അതിന് പ്രായം തീരെ കുറവാണ്. സുധിയുടെ രണ്ടാം വിവാഹമായിരുന്നു. അപ്പോൾ ഇതിലൊരു മകനുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇതിൽ സുധിയുടെ ഒരു മകനുമുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നോക്കി ഇവർക്ക് മുമ്പോട്ട് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ നടക്കണമെങ്കിൽ അവർക്കൊരു വരുമാനം വേണം. അപ്പോൾ സുധി ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വരുമാനത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇവർക്ക് ആ സ്ഥിതി മാറി. അപ്പോൾ ആ പെൺകുട്ടി അഭിനയം എന്നൊരു കലയിലേക്ക് മാറി. അപ്പോൾ അവർക്ക് അഭിനയത്തിലേക്കാണ് അവർക്ക് താല്പര്യം. അതായത് സുധി ഒരു ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ ആ മേഖലയിലുള്ള ബന്ധപ്പെട്ട ആളുകളുമായിട്ടാണ് ഈ കുട്ടിക്കും അടുപ്പമുണ്ടാവുക. അപ്പോൾ അതിലേക്ക് തിരിഞ്ഞു പോകുന്നതിൽ യാതൊരു തെറ്റും പറയാൻ പറ്റുകയില്ല. അപ്പോൾ അവർക്ക് അതിലൊരു കഴിവ് കാണുകയും ചെയ്യും. അപ്പോൾ താല്പര്യമുണ്ട്. ആ മേഖലയിൽ ഒരുപാട് സുധിയുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അവർക്ക് അവിടുന്ന് ഉള്ള സഹായമുണ്ട്. അപ്പോൾ അതിലേക്ക് ആ പെൺകുട്ടി തിരിഞ്ഞുപോയി. അപ്പോൾ ഇതിന് ഒരുപാട് നെഗറ്റീവ് കമൻസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇങ്ങനെ പോകുമായിരുന്നു. അതുപോലെ ഞാൻ സുധിച്ചേട്ടൻ്റെ ഓർമ്മയിൽ ജീവിക്കും. അത് രേണു നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അത് പരിഹസിക്കുന്ന രീതിയിൽ ഉള്ള കമൻറ്റ് അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഓർമ്മയെ തന്നെ ജീവിച്ചിരിക്കണമെന്നാണ് ഈ കമൻറ്റ് പറയുന്ന ആൾക്കാരുടെ മനോഭാവം. എന്നാൽ ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, അതിൻ്റെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് അതിന് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കട്ടെ, അങ്ങനെ ചിന്തിക്കുകയല്ല ചെയ്യുന്നത്. പണ്ടത്തെ കാലത്ത് സതി ഉണ്ടായിരുന്നു. ആ സതി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ തീക്കകത്ത് ചാടി മരിക്കുക. അപ്പോൾ തീയിലേക്ക് ഒരു എന്തെങ്കിലും ആയുധം കൊണ്ട് ഇവരെ കുന്തം കൊണ്ട് കുത്തി ഇങ്ങോട്ട് പുറകോട്ടേക്ക് പെൺകുട്ടിയും വലിയുമ്പോൾ അതിലേക്ക് തന്നെ തള്ളിയിടുന്ന ഒരു സമ്പ്രദായം. അതായത് ഇനി ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് വേറൊരാളുടെ പുറകെ പോകരുത് എന്നൊക്കെയുള്ള കാഴ്ചപ്പാട് കാരണം സതി അങ്ങനെ പണ്ട് കാലത്തുണ്ടായിരുന്നു. അങ്ങനെ കുറേ സ്ത്രീകൾ മരണപ്പെട്ടിട്ടുമുണ്ട്. ഇത് രാജാറാം മോഹൻ റോയ് ഈ സമ്പ്രദായത്തെ സതി നിർത്തലാക്കിയത് അദ്ദേഹമായിരുന്നു. അപ്പോൾ ആ ഭർത്താവ് മരിച്ചു കഴിയുമ്പം ഭാര്യ ചിതയിലേക്ക് ചാടി മരിക്കുന്ന ആ ഒരു സമ്പ്രദായം അവസാനിച്ചു. പക്ഷേ മനുഷ്യരുടെ ചിന്താഗതി മാറിയിട്ടില്ല. ഇപ്പോഴും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ യാതൊരു നല്ല കർമ്മങ്ങളിലോ ചടങ്ങുകളിലൊന്നും പങ്കെടുക്കരുതെന്നൊരു രീതിയാണ്. എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു പെൺകുട്ടി ഗർഭിണിയായി. അതിനെ 7-ാം മാസ പ്രസവ വിടിയിൽ ചടങ്ങ് നടന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അടുത്തൊരു ഭർത്താവ് മരിച്ചു പോയൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഇതിലേക്ക് വരരുത്, അവരുടെ അടുത്ത ബന്ധു തന്നെയാണ്, എന്നിട്ട് പറയുന്നത് വരണ്ട എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താന്ന്, ഞാൻ കുട്ടിയായിരുന്നു, ഇതെന്താ ചേച്ചീനെ വിളിക്കാത്തത്? അപ്പോൾ പറയാം അവരുടെ ഭർത്താവ് മരിച്ചു പോയത്, അതുകൊണ്ട് നല്ല കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റുകയില്ല. വീട്ടിലുള്ള വേറെ അവരുടെ മകൾ വന്ന് പങ്കെടുത്തോട്ടെ, പക്ഷേ ആ പുള്ളിക്കാരത്തി വരരുത്, വിധവയായ സ്ത്രീ വരരുത്, മംഗളകർമ്മങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റുകയില്ല എന്നൊരു രീതിയിൽ. അങ്ങനെ പാലുകാച്ച ചടങ്ങിൽ വിധവയായിട്ടുള്ള സ്ത്രീയാണ് ഗ്രഹനാഥയെങ്കിൽ അവർ വേണ്ട മരുമകൾ അത് പാല് കാച്ചിയാൽ മതി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ, ആചാരങ്ങൾ നമ്മുടെ മലയാളികൾക്കിടയിലുണ്ട്. അതൊക്കെ മാറ്റം വരേണ്ടതാണ്. ഇനിയിപ്പോൾ ഉള്ള തലമുറ എന്ന് പറയുന്നത് ന്യൂജൻ തലമുറയാണ്. അവർക്ക് ജീവിക്കണമെങ്കിൽ വരുമാനം വേണം. അവർക്ക് ഏത് മേഖലയിലാണോ താല്പര്യം ആ മേഖലയിൽ അവർ വർക്ക് ചെയ്യുന്നു, അതിനുള്ള ശമ്പളം മേടിക്കുന്നു. ഈ പറയുന്ന ഒരു മനുഷ്യരും ഇവരുടെ മക്കൾക്കോ ചെലവിന് കൊടുക്കാൻ പറ്റുകയില്ല. എന്നിട്ട് ഇവിടുന്ന് വായിട്ടടിക്കാൻ എല്ലാവരും ഭയങ്കര താല്പര്യമാണ്. ഈ കുട്ടി രേണു ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അവൾ ഇടുന്നുണ്ട്, കമൻ്റ് ഇടുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പായിട്ട് പറയുന്നുണ്ട്,
ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഇതിനൊന്നും റിപ്ലൈ തരാൻ താല്പര്യമില്ല. അങ്ങനെ നെഗറ്റീവ് കമൻറ്റുകൾക്കെല്ലാം താല്പര്യം പിന്നെ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ മനസ്സും മടുക്കും. അത് കാരണം ഒരുപാട് വരുമെന്ന് ഇവർക്കറിയാം. നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമൻറ്റുകൾക്ക് എല്ലാത്തിനും താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടി അങ്ങനെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരതിനൊന്നും ഇനി അവർക്ക് നോക്കാൻ നേരമില്ല. കാരണം ഒരുപാട് നെഗറ്റീവ് വരുമെന്ന് അവർക്കറിയാം ഇങ്ങനെ ഇത് സംബന്ധിച്ചിട്ടുള്ളത്. അത് മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജീവിതം ശരിയാവുകയില്ലെന്ന് അവർക്കറിയാം. അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അവർക്ക് കുട്ടികളെ പഠിപ്പിക്കണം, അവർക്ക് ജീവിക്കണം. അതിനൊക്കെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികം ആവശ്യമാണ്. അപ്പോൾ അവർ തിരഞ്ഞെടുത്ത മേഖലയാണ് ഈ അഭിനയം എന്ന് പറയുന്നത്. അവർക്ക് ഒരുപാട് സഹായിക്കാനുള്ള അവരുടെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ആ മേഖലയിലേക്ക് അവർ കടന്നിരിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് ഒരാളും വിമർശിക്കാൻ വേണ്ടിയിട്ട് വരേണ്ട ഒരു അവകാശവും ഒരുത്തനുമില്ല. ഈ പറയുന്നവന്മാരല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ, കുടുംബത്തെ കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കണം. ഇതൊന്നും ചെയ്യാൻ കൊടുക്കാതെ അവനവൻ്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ പോരെ. എന്തിനാണ് ഇങ്ങനെ എൻ്റെ പൊന്നു മലയാളികളെ നിങ്ങൾ മറ്റുള്ളവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ട് നടക്കാൻ പോകുന്നത്? ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നത് ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞ ഒരു നടനാണ്. ഇവർ നല്ല രീതിയിൽ തന്നെയാണ് ഇത് അഭിനയിച്ചേക്കുന്നത്. ചാന്തുപൊട്ട് എന്ന് പറഞ്ഞ ദിലീപിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഫിലിമിലെ സോങ്ങാണ്. ആ സോങ്ങിന് നല്ല രീതിയിൽ തന്നെയാണ് ഇവർ അഭിനയം കാഴ്ചവെച്ചത്. ഇതൊരു അഭിനയമായിട്ടാണ് മനുഷ്യർ മനസ്സിലാക്കേണ്ടത്. അതുതന്നെയല്ല, ഇവർ തന്നെയല്ല ഇത് അഭിനയിക്കുമ്പോൾ ഇവർ മാത്രമല്ല ഉള്ളത്. ഇതൊരു ബീച്ചിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ബീച്ചിൽ വരുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഷൂട്ടിങ്ങിൻ്റെ അണിയറ പ്രവർത്തകർ, ക്യാമറാമാന്മാർ, അങ്ങനെ ഒരു 10-500 പേരോളം ഉള്ളവരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം മുമ്പിലാണ് ഇവർ അഭിനയിക്കുന്നത്. അപ്പോൾ ഇതൊരു അഭിനയമാണ്. ഇത് ഷൂട്ട് ചെയ്തു കഴിഞ്ഞു, ഇത് അഭിനയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. അല്ലാതെ ഇതിൻ്റെ ബാക്കി എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല. ഇത് അഭിനയമായിട്ട് കാണുന്ന അതൊരു കലയാണ്. ഇപ്പം നമ്മൾ പാട്ട് പാടി അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിച്ചു, പിന്നെ ആ പാട്ട് പാടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഡാൻസ് കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്നാൽ അവർക്ക് വട്ടാന്ന് ആളുകൾ പറയും. നടക്കുന്ന അടുപ്പിലെല്ലാം കളിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ അത് അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നമാണെന്ന് കരുതും. ഇത് അവർ അഭിനയിച്ചു, അവരുടെ തൊഴിൽ അഭിനയിച്ചു, അതിനുള്ള ഒരു ശമ്പളം മേടിച്ചു, അവരുടെ കാര്യങ്ങളിൽ പോകുന്നു. ഇനി അത് കഴിയുമ്പോൾ അടുത്ത അഭിനയത്തിലേക്ക് അവരങ്ങനെ നല്ലതായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അവരെ പിന്നെയും വേറെ ഏതെങ്കിലും ഒരു സിനിമയിലേക്ക് അവരെ വിളിക്കുന്നു, അവരത് അഭിനയിച്ച് കാണിക്കുന്നു, ശമ്പളം മേടിക്കുന്നു, അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അതിന് നമ്മളാരും വിമർശിക്കേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇനിയെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ അവനവൻ്റെ കാര്യത്തിൽ മുമ്പോട്ട് നോക്കി നമ്മുടെ കുടുംബജീവിതം ഭദ്രമാണോ എന്ന് നോക്കുക. അല്ലാതെ ഈ പെങ്കൊച്ചിൻ്റെ പുറകെ നടന്ന് സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ല മാർഗം.